പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വ്യക്തിഗത പഠനമുറി സൗകര്യവുമായി സർക്കാർ 5 മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വീടിനോട് ചേർന്ന് പഠനമുറി ഒരുക്കുന്നതിന് 2 ലക്ഷം രൂപ വരെ അനുവദിക്കും. വാർഷിക വരുമാനം 1 ലക്ഷം രൂപ വരെയുള്ള പട്ടികജാതി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. 24 പ്രൈം ടൈം എക്സ്ക്ലൂസീവ്. സംസ്ഥാന സർക്കാർ പട്ടികജാതി വകുപ്പിനു കീഴിൽ നടപ്പിലാക്കുന്ന പഠനമുറി എന്ന മാതൃകാ പദ്ധതിയെപ്പറ്റി അധികമാർക്കും അറിയാനിടയില്ല. 5 മുതൽ +2 വരെയുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വീടിനോട് ചേർന്ന് പഠനമുറി ഒരുക്കാം. 2 ലക്ഷം രൂപ വരെ സർക്കാർ അനുവദിക്കും. വാർഷിക വരുമാനം 1 ലക്ഷം രൂപ വരെയുള്ള പട്ടികജാതി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക. പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി. സർക്കാർ, എയ്ഡഡ്, ടെക്നിക്കൽ, സ്പെഷ്യൽ, കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കെല്ലാം ആനുകൂല്യത്തിന് അർഹതയുണ്ട്. 120 സ്ക്വയർ ഫീറ്റിലാണ് പഠനമുറി ഒരുക്കേണ്ടത്. മേൽക്കൂര കോൺക്രീറ്റ് ചെയ്യണം, ചുവരുകൾ പ്ലാസ്റ്ററിംഗ് നടത്തണം, തറ ടൈൽ പാകണം, വാതിലും ജനലുകളും ഉണ്ടാവണം. പുസ്തകങ്ങൾ സൂക്ഷിക്കുന്നതിന് ഭിത്തി അലമാര വേണം, അതും 2 കുട്ടികൾക്ക് ആവശ്യമുള്ളത്. വൈദ്യുതീകരിച്ച് ലൈറ്റ്, ഫാൻ എന്നിവ സ്ഥാപിക്കണം. പ്രവർത്തന പുരോഗതി വിലയിരുത്തി 4 ഗഡുക്കളായി ധനസഹായം നൽകും. നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടങ്ങളും ബന്ധപ്പെട്ട ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകളിലെ പട്ടികജാതി വികസന ഓഫീസർമാർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം തുക അനുവദിക്കണം. പഠനമുറി ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാൻ മുൻഗണനാ മാനദണ്ഡവും നിശ്ചയിച്ചിട്ടുണ്ട്. നടപ്പു സാമ്പത്തിക വർഷം 5000 പഠനമുറികൾ നിർമ്മിക്കുന്നതിനുള്ള തുക സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ജില്ല തിരിച്ചുള്ള കണക്കുകൾ ഇങ്ങനെ: പഠനമുറി നിർമ്മിക്കുന്നതിന് സ്ഥലപരിമിതിയുള്ള കേസുകളിൽ മാത്രം നിലവിലുള്ള വീടിന്റെ മുകളിൽ പഠനമുറി നിർമ്മിക്കുന്ന കാര്യം പരിശോധിച്ച് അനുമതി നൽകാം. ധനസഹായം ലഭിക്കുന്നതിന് എസ്റ്റിമേറ്റ്, പ്ലാൻ, വാലുവേഷൻ എന്നിവ ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല. പഠനമുറിക്ക് അർഹരായ വിദ്യാർത്ഥികൾ ഓഗസ്റ്റ് 30-നുള്ളിൽ അപേക്ഷിക്കണം. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം.